ഞാൻ വിനോദ് കുമാർ, എയ്സിലെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ അധ്യാപകനാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് SSC ഓർ ബാങ്ക് PYQ മാത്രമാണ്. മുൻവർഷങ്ങളിൽ നടന്നിട്ടുള്ള സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് എല്ലാ കണ്ടൻറ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് എന്ന ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഗ്രാമറിലെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെട്ടുകൊണ്ടായിരിക്കും നമുക്ക് എന്തുണ്ടാവുക, ചോദ്യങ്ങളുണ്ടാവുക. അപ്പോൾ കുട്ടികൾക്ക് ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കിടക്കാം. If the government wants the next session to run smoothly, it had better to consult all parties before finalizing the schedule എന്നാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഹാഡ് ബെറ്റർ ടു കൺസൾട്ട് എന്നാണ്. ഹാഡ് ബെറ്റർ ടു കൺസൾട്ട് എന്ന് പറയുമ്പോൾ അവിടെ തെറ്റുണ്ടോ എന്നാണ് നിങ്ങളോട് ചോദ്യം. അപ്പോൾ തെറ്റ് തിരുത്തിയിട്ടുള്ള ശരിയായ പ്രയോഗം താഴെയുണ്ടോ, നമുക്ക് നോക്കാം. Had better, what do you mean by had better? Had better is used to give an advice. താങ്കൾ ഒരു കാര്യം ചെയ്യുന്നതാണ് നല്ലത്, താങ്കൾ നേരത്തെ പോകുന്നതാണ് നല്ലത്, ഇങ്ങനെ പനി വന്നിട്ട് കിടക്കാതെ നിങ്ങൾ ഒരു ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. അങ്ങനെ പറയുന്ന ഒരു പ്രയോഗം, ഒരു സ്ട്രക്ചറാണ് ഇത് ഹാഡ് ബെറ്റർ എന്നത്. ഹാഡ് ബെറ്റർ ടേക്സ്, അതാണ് നമ്മൾ പോയിന്റ്. ഹാഡ് ബെറ്റർ ടേക്സ് ബെയർ ഇൻഫിനിറ്റീവ്. വാട്ട് യു മീൻ ബൈ ബെയർ ഇൻഫിനിറ്റീവ്? എ വേർബ് വിത്തൗട്ട് ടു, എന്തില്ലാത്തത്, ടു ചേരാത്ത ഒരു ക്രിയയായിരിക്കും എന്താ ഹാഡ് ബെറ്ററിന് ശേഷം വരിക. ഹാഡ് ബെറ്റർ ടേക്സ് ബെയർ ഇൻഫിനിറ്റീവ്. ബെയർ ഇൻഫിനിറ്റീവ് മീൻസ് എ വേർബ് വിത്തൗട്ട് ടു, എന്ത് ചേരാത്തത്, ടു ചേരാത്ത. അപ്പോൾ ഹാഡ് ബെറ്റർ പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ്. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ പഠിക്കുന്നതാണ്, ഈസിൻ്റെ ക്ലാസ് റൂമിൽ പഠിക്കുന്നതാണ് എന്താണ് ബെയർ ഇൻഫിനിറ്റീവ്, എന്താണ് ടു ഇൻഫിനിറ്റീവ്. ഒരു ക്രിയയുടെ മുൻപിലായി ടു ചേർത്ത് എഴുതിയാൽ ടു ഇൻഫിനിറ്റീവ് എന്നും, ഒരു ക്രിയയുടെ മുൻപിലായി ടു ചേർക്കാതെ എഴുതിയാൽ ബെയർ ഇൻഫിനിറ്റീവ് എന്നാണ്. അപ്പോൾ ഹാഡ് ബെറ്ററിന് ശേഷം എല്ലാ സ്ഥലത്തും ഇംഗ്ലീഷിൽ ടു ഇൻഫിനിറ്റീവ് വരാൻ പാടില്ല, എല്ലാ സ്ഥലത്തും ഇംഗ്ലീഷിൽ ജെറണ്ട് വരാൻ പാടില്ല, എല്ലാ സ്ഥലത്തും ഇംഗ്ലീഷിൽ V1 വരാൻ പാടില്ല, എല്ലാ സ്ഥലത്തും ഇംഗ്ലീഷിൽ V3 വരാൻ പാടില്ല. അപ്പോൾ ഓരോന്നിനും ഓരോ റൂളുകളാണ്. അപ്പോൾ ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും ഒരു ക്രിയയുടെ V1 മാത്രം. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള വേറൊരു ചോദ്യം പഠിച്ചാലോ? വേറൊരു ചോദ്യം പഠിക്കാം. യു ഹാഡ് ബെറ്റർ ടു കൺസൾട്ട്. പലരും എഴുതുന്നതാണ് ടു കൺസൾട്ട്, എഴുതാൻ പാടില്ല. യു ഹാഡ് ബെറ്റർ, പലരും എഴുതും യു ഹാഡ് ബെറ്റർ ടു കൺസൾട്ട്. ഞാൻ പറയുന്നു യു ഹാഡ് ബെറ്റർ ടു കൺസൾട്ട് എന്ന് പറയാൻ പാടില്ല. യു ഹാഡ് ബെറ്റർ കൺസൾട്ട്. ഇപ്പം ടു കൺസൾട്ട് എന്ന് ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ തെറ്റാ. അതേപോലെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. എന്താ, ടു കൺസൾട്ട്. ഹാഡ് ബെറ്റർ പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ്. ഹാഡ് ബെറ്റർ കൺസൾട്ട് എന്നാണ്. ഹാഡ് ബെറ്ററിന് ശേഷം ഒരു ക്രിയയുടെ V1 മാത്രം. അങ്ങനെയാണെങ്കിൽ വുഡ് റാദർ എന്നതിന് ശേഷം വുഡ് റാദർ ഡോട്ട് ഇട്ടിട്ട് ദാൻ എന്നുണ്ടാവും. വുഡ് റാദർ ദാൻ എന്ത് അതിന് ഉപയോഗിക്കുന്നത്? വുഡ് റാദർ എന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ഷോ സംവൺസ് ലൈക്കിംഗ് ടു ഡു സംതിങ്. ഒരാളുടെ എന്തെങ്കിലും ചെയ്യാനുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഏത് ഉപയോഗിക്കുക? വുഡ് റാദർ എന്നത്. വുഡ് റാദർ എന്നതിന് ശേഷം നോർമലി ഒരു ക്രിയയുടെ എന്താ ഉപയോഗിക്കുക? ബെയർ ഇൻഫിനിറ്റീവാണ്. എന്നാൽ ബെയർ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാത്ത സന്ദർഭമുണ്ട്. അത് ഒരു പ്രൊനൗൺ വരുന്ന ഘട്ടത്തിലാണ് അത് ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ വുഡ് റാദർ എന്നതിന് ശേഷം ഹാഡ് ബെറ്റർ എന്നതിന് ശേഷം ഒരു ക്രിയയുടെ എന്താ ഉപയോഗിക്കുക? ബെയർ ഇൻഫിനിറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വുഡ് പ്രിഫർ എന്നായിരുന്നു എങ്കിൽ, വുഡ് പ്രിഫർ എന്നായിരുന്നുവെങ്കിൽ അതിനുശേഷം ഉപയോഗിക്കേണ്ടത് ടു പ്ലസ് V1 ആണ്. ടു പ്ലസ് V1. വുഡ് പ്രിഫർ എന്നാണെങ്കിൽ ടു പ്ലസ് V1. ഓക്കെ. അപ്പോൾ ഹാഡ് ബെറ്ററിന് ശേഷം വുഡ് റാദറിന് ശേഷം ഒരു ക്രിയയുടെ ബെയർ ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചു. എന്നാൽ വുഡ് പ്രിഫർ എന്നതിന് ശേഷം ടു പ്ലസ് V1 ആണ്. അപ്പോൾ ഇവിടെ തെറ്റ് കിടക്കുന്നത് ഹാഡ് ബെറ്റർ ടു എന്ത് വരാൻ പാടില്ല? കൺസൾട്ട് എന്ന് വരാൻ പാടില്ല. ഹാഡ് ബെറ്റർ കൺസൾട്ട് എന്നേ വരാൻ പാടുള്ളൂ. ആൻസർ 2 എന്നതാണ്. യെസ്, ഇറ്റ് ഹാഡ് ബെറ്റർ കൺസൾട്ട് ഓൾ പാർട്ടീസ് ബിഫോർ ഫൈനലൈസിങ് ദ ഷെഡ്യൂൾ എന്നാണ്. ഇപ്പോൾ സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് കുട്ടികൾ നന്നായി ശ്രദ്ധിക്കുക. സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് എന്നത് ഒരു പ്രധാനപ്പെട്ട കണ്ടൻറ്റാണ് SSC അല്ലെങ്കിൽ ബാങ്ക് എക്സാമിന്. അടുത്ത് നോക്കിയേ, രാഹുൽ എൻജോയ്സ് ടു റീഡ് ഹിസ്റ്റോറിക്കൽ നോവൽസ്. ഹിസ്റ്റോറിക്കൽ, അത് ആധുനിക ഇംഗ്ലീഷിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ എന്നും ഉച്ചരിക്കാറുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുക ഹിസ്റ്റോറിക്കൽ എന്നാണ്. പക്ഷേ ഫോണറ്റിക്കലി നമ്മൾ അവിടെ H സൈലൻ്റ് ആണ്.
അപ്പോൾ എന്താ ഉച്ചരിക്കുക? ഹിസ്റ്റോറിക്കൽ എന്നാണ്. ഹിസ്റ്റോറിക്കൽ എന്നാണ്. ഹിസ്റ്റോറിക്കൽ എന്നതിൻ്റെ മുൻപിൽ ഏത് ആർട്ടിക്കിൾ ചേർക്കുമെന്ന് ചോദിച്ചാൽ ആനാണ് ചേർക്കുക. ഹിസ്റ്റോറിക്കൽ അല്ല, ഹിസ്റ്റോറിക്കൽ. ആൻ ഹിസ്റ്റോറിക്കൽ എന്നാണ്. മാർത്താണ്ഡവർമ്മ റിട്ടൺ ബൈ CV രാമൻ പിള്ള ഈസ് ആൻ ഹിസ്റ്റോറിക്കൽ നോവൽ എന്നാണ്. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? രാഹുൽ എൻജോയ്സ് ടു റീഡ് ഹിസ്റ്റോറിക്കൽ നോവൽസ് എന്നാണ്. ഈ വാചകത്തിനകത്ത് തെറ്റുണ്ട്. എന്താ തെറ്റ്? ഇവിടെ തന്നിരിക്കുന്ന ക്രിയ നോക്കൂ, എൻജോയ് എന്നാണ്. എൻജോയ് എന്നതിന് ശേഷം മറ്റൊരു ക്രിയയുടെ എന്തേ വരാൻ പാടുള്ളൂ? ജെറണ്ട് മാത്രമേ വരൂ. എന്താണ് ഈ ജെറണ്ട്? ജെറണ്ട് എന്ന് പറഞ്ഞാൽ വെർബ് പ്ലസ് ING, ഒരു ക്രിയയെ ING ഫോമിലേക്ക് മാറ്റി ഉപയോഗിക്കുന്ന പ്രയോഗം. ഫോർ എക്സാമ്പിൾ, സ്മോക്ക് പ്ലസ് ING. അപ്പോൾ നമ്മൾ ചലച്ചിത്രത്തിനൊക്കെ മുമ്പിൽ കാണാം, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. അപ്പോൾ സ്മോക്ക് പ്ലസ് ING എന്തായി മാറി? സ്മോക്കിംഗ് എന്നായി മാറി. മലയാളം എന്താ? പുകവലി എന്നാണ്. അപ്പോൾ ഒരു ക്രിയയോടുകൂടി ING ചേർത്തിട്ട് അതിനെന്ത് ചെയ്യും? ജെറണ്ടിലേക്ക് മാറ്റും. അതെന്ത് ചെയ്യും? ഒരു വാചകത്തിൽ സബ്ജക്റ്റ് ആയിട്ട് വരും. ഒരു വാചകത്തിൽ എന്തായിട്ട് വരും? സബ്ജക്റ്റ് ആയിട്ട് വരും. ഒരു വാചകത്തിൽ സബ്ജക്റ്റ് ആയിട്ട് വരും. എന്നാൽ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ചില ക്രിയകൾക്ക് ശേഷം മറ്റൊരു ക്രിയയുടെ ജെറണ്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു ക്രിയയുടെ ജെറണ്ട് ഫോം ഉപയോഗിക്കണമെങ്കിൽ അതിന് തൊട്ട് മുമ്പിൽ മറ്റൊരു ക്രിയ വരും. ആ ഒരു ക്രിയയാണ് ഇത് എൻജോയ് എന്നത്. എൻജോയ് എന്നതിന് ശേഷം എന്താ ഉപയോഗിക്കുക? മറ്റൊരു ക്രിയയുടെ ജെറണ്ട്. എന്നാൽ ഇവിടെ എന്താ ചെയ്തത്? റീഡ് പ്ലസ് ING. റീഡ് പ്ലസ് ING. അപ്പോൾ നമുക്ക് ആൻസർ വരും രാഹുൽ എൻജോയ്സ് റീഡിങ്. രാഹുൽ എൻജോയ്സ് റീഡിങ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ പുകവലി ഉപേക്ഷിച്ചു. മൈ ഫ്രണ്ട് ഗെയ്വ് അപ്പ് ഡാഷ്. ഗിവ് അപ്പിൻ്റെ പാസ്റ്റാണ് ഗെയ്വ് അപ്പ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എബാൻഡൻ, ഉപേക്ഷിക്കുക എന്നാണ്. ഗെയ്വ് അപ്പ് മീൻസ് എബാൻഡൻറ്റ് എന്നാണ്, ഉപേക്ഷിച്ചു എന്നാണ്. അതൊരു ഫ്രേസൽ വെർബാണ്. ഇനി നമുക്കെന്താ? മൈ ഫ്രണ്ട് ഗെയ്വ് അപ്പ് ഡാഷ് എന്നാണ്. എന്തൊക്കെ തന്നു? സ്മോക്ക്, പിന്നെ സ്മോക്സ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നു മാത്രം കേട്ടോ. സ്മോക്സ്, പിന്നെ സ്മോക്കിംഗ്. ആൻസർ എന്തേ വരാൻ പാടുള്ളൂ? മൈ ഫ്രണ്ട് ഗെയ്വ് അപ്പ് സ്മോക്കിംഗ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മുൻവർഷ പരീക്ഷയുടെ ക്വസ്റ്റ്യനിൽ എറർ നോക്കാൻ തന്നത് രാഹുൽ എൻജോയ്സ് ടു റീഡ് എന്നല്ല, രാഹുൽ എൻജോയ്സ് റീഡിങ് എന്നാണ്. അടുത്ത എന്താ? ആൻ എർത്ത് ക്വേക്ക് ഈസ് എ നാച്ചുറൽ ഫെനോമിന ആൻഡ് നോബഡി ക്യാൻ ചെക്ക് ഇറ്റ്. ഒരു സ്വാഭാവിക പ്രതിഭാസമാണ് ഭൂകമ്പം എന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? തെറ്റുണ്ടോ എന്നാണ്. ഈസ് എ നാച്ചുറൽ ഫെനോമിന അല്ലേ? ഫെനോമിനൻ, ഫെനോമിനൻ, ഫെനോമിനൻ. ഫെനോമിനൻ എന്ന് പറഞ്ഞാൽ പ്രതിഭാസം. ഫെനോമിന എന്ന് പറഞ്ഞാൽ പ്രതിഭാസങ്ങൾ എന്നാണ്. ഇവിടെ ആൻസറായിട്ട് വേണ്ടത് അതിൻ്റെ സിംഗുലർ ഫോമാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് എന്താ? പ്ലൂരൽ ഫോമാണ്. ഫെനോമെനൻ എന്നതിനെ പ്ലൂരലിലേക്ക് മാറ്റുമ്പോൾ ഫെനോമിന അല്ലേ? ഫെനോമിന എന്നായി മാറും. അപ്പോൾ നമുക്ക് തന്നത് എന്താ? അതിൻ്റെ പ്ലൂരലാണ്. അപ്പോൾ സിംഗുലർ പ്ലൂരൽ എന്നത് മുൻവർഷ എക്സാമിന് ചോദിച്ചിട്ടുള്ള സാധനമാണ്, ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. അപ്പോൾ ഫെനോമിന എന്നാണ്. ഫെനോമിന. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്നാണെങ്കിൽ റേഡി എന്നാണ്. എത്ര ഐ വേണം? 2 ഐ വേണം അതിൻ്റെ പ്ലൂറലിലേക്ക് പോകുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഫംഗസ് എന്നാണെങ്കിൽ ഫംഗി എന്നാണ്. അങ്ങനെയാണെങ്കിൽ എലംനസ് എന്ന് വന്നാൽ എലംനി എന്നാണ്. ഇങ്ങനെയുള്ള ഫോറിൻ എക്സ്പ്രഷൻസ് നമ്മളോട് എന്ത് ചെയ്യാറുണ്ട്? സിംഗുലർ പ്ലൂറൽ എന്ന ഘട്ടത്തിൽ ചോദിക്കാറുണ്ട്. അടുത്ത എന്താ? റിക്കറ്റ്സ് ആർ എ സീരിയസ് ഹെൽത്ത് കണ്ടീഷൻ ദാറ്റ് പ്രൈമർലി എഫക്ട്സ് ബോൺ എന്നാണ്. ബോൺ ഡെവലപ്മെൻറ്റ് ഇൻ യങ് ചിൽഡ്രൻ. റിക്കറ്റ്സ് നോർമലി സ്റ്റേറ്റ് എന്നത് സിംഗുലറാണ്, പക്ഷേ സ്റ്റേറ്റ്സ് എന്നത് എന്താ? പ്ലൂറലാണ്.
പെൻ എന്നത് സിംഗുലർ ആണ്, പെൻസ് എന്നത് പ്ലൂറൽ ആണ് അല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ ബാഗ് എന്നത് സിംഗുലർ ആണ്, ബാഗ്സ് എന്നത് പ്ലൂറൽ ആണ്. അതൊരു നൗണാണ്. നോർമലി എ നൗൺ ബിക്കംസ് പ്ലൂറൽ. ഒരു നാമം എന്തായി മാറുന്നു? പ്ലൂറലായി മാറുന്നു. വെൻ വി ആഡ് എസ് ഇ എസ് ഐ എസ്. എപ്പോഴാ? നമ്മൾ ചേർക്കുന്ന സമയത്താണ്. എസ് ഇ എസ് ഐ എസ് ചേർക്കുന്ന സമയത്താണ് എ നൗൺ ബിക്കംസ് പ്ലൂറൽ. വെൻ വി ആഡ് എസ് ഇ എസ് ഐ എസ്. എസ് ഒ ഇ എസ് ഐ എസ് ചേർക്കുമ്പോഴാണ് ഒരു നാമം എന്തായി മാറുക? പ്ലൂറലായി. ഇത് നോർമൽ കേസാണ് കേട്ടോ. ഇങ്ങനെയല്ല എല്ലാ നാമങ്ങളും നമുക്ക് പ്ലൂറലാക്കാൻ വേണ്ടി പറ്റുക. ഇപ്പോൾ ഓക്സ് എന്നാണെങ്കിൽ ഓക്സ് എന്നതിന് നമ്മൾ എങ്ങനെ പ്ലൂറലാക്കുക? ഓക്സൺ എന്നാണ്. അതൊരു ഇറഗുലർ നൗണാണ്. ഓക്സ് എന്നതിന് പ്ലൂറലാക്കുമ്പോൾ ഓക്സൺ എന്നാണെങ്കിൽ ചൈൽഡ് എന്നതിന് പ്ലൂറലാക്കുമ്പോൾ ചിൽഡ്രൻ എന്നാണ്. ചൈൽഡ് എന്നതിനെ പ്ലൂറലാക്കുമ്പോൾ ചിൽഡ്രൻ എന്നാണ്. ചിൽഡ്രൻ. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താ? റിക്കറ്റ്സ് എന്നാണ്. റിക്കറ്റ്സ് എന്നത് എന്താ സാധനം? നെയിം ഓഫ് എ ഡിസീസ്. എന്തിൻ്റെ പേരാ അത്? ഒരു രോഗത്തിൻ്റെ പേരാ. റിക്കറ്റ്സ് എന്നത്, ഡയബറ്റീസ് എന്നത്, മീസൽസ് എന്നത്, മംസ് എന്നതെല്ലാം എന്താണ്? അസുഖങ്ങളുടെ പേരാണ്. നെയിം ഓഫ് ഡിസീസസ്. ദേ എൻഡ് ഇൻ എസ് ഓർ ഇ എസ്. അത് ഏതിൽ അവസാനിക്കുന്ന? എസ്സിലോ ഇ എസിലോ. സോ നെയിം ഓഫ് ഡിസീസസ് ട്രീറ്റഡ് ആസ് സിംഗുലർ ഓൺലി. എന്തായിട്ടാണ് പരിഗണിക്കേണ്ടത്? ഏകവചനമായിട്ട്. നെയിം ഓഫ് ഡിസീസസ് ട്രീറ്റഡ് ആസ് സിംഗുലർ ഓൺലി. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് റിക്കറ്റ്സ് ആർ എന്നാണ്. റിക്കറ്റ്സ് ആർ എന്നല്ല വേണ്ടത്, റിക്കറ്റ്സ് ഈസ്. അങ്ങനെയാണ് റിക്കറ്റ്സിന് പകരമാണ് ഡയബറ്റീസ് എന്നായിരുന്നുവെങ്കിൽ അപ്പോഴും ഉത്തരം എന്താ? ഈസ് ആണ്. റിക്കറ്റ്സിന് പകരം ഡയബറ്റീസിന് പകരം മംസ് എന്നായിരുന്നെങ്കിൽ അപ്പോഴും അവിടെ ഉത്തരം എന്താ? ഈസ് എന്നാണ്. ഓക്കെ, അപ്പോൾ റിക്കറ്റ്സ് ഈസ് എ സീരിയസ് പ്രോബ്ലം എന്നാണ്. അടുത്ത എന്താ? ഇത് സൂപ്പർലേറ്റീവ് ഡിഗ്രി പ്ലസ് നമ്മൾ ഈ പറഞ്ഞ സൂപ്പർലേറ്റീവ് ഡിഗ്രി, അതേപോലെ തന്നെ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ പറയുമ്പോൾ നോക്കിയേ, ഹീ ഈസ്, ഇങ്ങനെയും പറയാം, ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കേട്ടോ, വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻസ്, വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻസ്. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ സൂപ്പർലേറ്റീവ് വേർഡ് അവിടെ ഉപയോഗിച്ചു. അപ്പം കോൺകോഡിൽ സൂപ്പർലേറ്റീവ് വേർഡ് ഉപയോഗിച്ചുള്ള ഒരു പ്രയോഗം, ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ്. എന്നാൽ നമുക്ക് തന്നതിൽ ഹീ ഈസ് വൺ ഓഫ് ദോസ് സ്റ്റുഡൻസ് ഹൂ ഹാസ് നെവർ ചീറ്റഡ് എന്നാണ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? ഇപ്രകാരം എഴുതുന്ന വാചകത്തിൽ ഒരു റിലേറ്റീവ് പ്രൊനൗൺ വന്നാൽ ഹൂ ഈസ് യൂസ്ഡ് ഫോർ പേഴ്സൺസ് ഓർ ഹൂ ഈസ് യൂസ്ഡ് ഫോർ പേഴ്സൺസ് ഓൺലി. ആളുകളെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമേ എന്ത് ഉപയോഗിക്കാറുള്ളൂ? ഹൂ ഉപയോഗിക്കാറുള്ളൂ. ഇനി ഹൂ എന്നതിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദാറ്റ് എന്നും ഉപയോഗിക്കാം. അപ്പോൾ ഈ തന്ന പ്രകാരം തെറ്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ആഫ്റ്റർ ദ റിലേറ്റീവ് പ്രൊനൗൺ പ്ലൂറൽ വേർബ് ഈസ് യൂസ്ഡ്. എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? പ്ലൂറൽ വേർബ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ വാചകത്തിനകത്ത് ഹീ ഈസ് വൺ ഓഫ് ദോസ് സ്റ്റുഡൻസ് ഹൂ ഹാസ് നെവർ ചീറ്റഡ് എന്നല്ല വേണ്ടത്, ഹൂ ഹാവ് നെവർ ചീറ്റഡ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻസ് ദാറ്റ് ഐ ഹാവ് എവർ സീൻ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മിടുക്കനായ. കേട്ടോ, ദാറ്റ് എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ചു. ഏതിന് പകരം? ഹൂവിന് പകരം. അന്നേരം അവിടെ എന്താ വന്നിരിക്കുന്നത്? ദാറ്റിന് ശേഷം സബ്ജക്റ്റ് വന്നു, സബ്ജക്റ്റ് ശേഷം എന്ത് വന്നിരിക്കുന്നു? ഹാവ് എന്ന പ്ലൂറൽ ഓക്സിലറി വെർബ് വന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്, ഹൂ, അതായത് വൺ ഓഫ് ഉപയോഗിച്ച ആ വാചകത്തിനകത്ത് ഹൂ ഓർ ദാറ്റ്, ഹൂ ഓർ ദാറ്റ്, അതെന്താ? റിലേറ്റീവ് പ്രൊനൗൺ ആണ്. ഈ റിലേറ്റീവ് പ്രൊനൗണിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ട എന്താണ്? പ്ലൂറൽ വേർബാണ്. ഹൂ ഓർ ദാറ്റ് ടേക്സ് പ്ലൂറൽ വേർബ്. എന്തെടുക്കാൻ പാടുള്ളൂ? പ്ലൂറൽ വേർബ്. അപ്പോൾ തന്ന പ്രകാരം അവിടുത്തെ തെറ്റ് ഹൂ ഹാസ് നെവർ ചീറ്റഡ് എന്നല്ല, ഹൂ ഹാസ് എവർ ചീറ്റഡ് എന്നാണ്. അപ്പോൾ സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ പാറ്റേൺ അനുസരിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അടുത്തത് എന്താ? ഡ്യൂ ടു ദ ഒബ്നോഷ്യസ് വെതർ, കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ട്, അനുകൂലമല്ലാത്തത് കൊണ്ട് കോഴി ഉൽപ്പാദനം എന്ന് പറയുന്നത് പെട്ടെന്ന് കുത്തനെ കുറയുന്നു എന്നാണ്.
കുത്തനെ കുറഞ്ഞു എന്നാണ്. അവിടെ എന്താ തന്നിരിക്കുന്നത്? പൗൾട്രി എന്നാണ്. കോഴി വളർത്തലിന് ഇംഗ്ലീഷിൽ നമ്മൾ എന്താ പറയും? പൗൾട്രി ഫാം എന്നാ പറയാം അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു വേർഡാണ് കാറ്റിൽ എന്നത്. പിന്നെ ഉപയോഗിക്കുന്ന വേർഡാണ് ഷീപ്പ് എന്നത് അല്ലേ? പിന്നെ ഉപയോഗിക്കുന്ന വേർഡാണ് സ്വൈൻ എന്നത്, സ്വൈൻ ഫ്ലൂ. ഇവയുടെ പ്രത്യേകം എന്താ? ഇവ ഇംഗ്ലീഷിൽ പ്ലൂറലായി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്, പ്ലൂറലായി ഉപയോഗിക്കുന്ന നൗൺസാണ്. ദീസ് നൗൺസ് ആർ യൂസ്ഡ് ആസ് പ്ലൂറൽ. എന്തായിട്ട് ഉപയോഗിക്കുക? പ്ലൂറൽ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? പൗൾട്രി എന്നാണ്. നമ്മുടെ ബേസിക് റൂൾ എന്താ? സിംഗുലർ സബ്ജക്റ്റ് നീഡ്സ് സിംഗുലർ ഓക്സിലറി വെർബ്, പ്ലൂറൽ സബ്ജക്റ്റ് നീഡ്സ് പ്ലൂറൽ ഓക്സിലറി വെർബ്. അപ്പോൾ തന്ന വാചകത്തിനകത്ത് പൗൾട്രി എന്നാണ്. പൗൾട്രി എന്ന് കഴിഞ്ഞിട്ട് എന്താ തന്നിരിക്കുന്ന? വാസാണ്. വാസ് ഹിയർ ബിക്കംസ് വേർ. വാസ് എന്നത് ഇവിടെ എന്തായി മാറുന്നു? വേറായി മാറുന്നു. എന്താ അതിൻ്റെ കാരണം? പൗൾട്രി ഈസ് പ്ലൂറൽ നൗൺ. പൗൾട്രി എന്ന എന്താണ്? പ്ലൂറൽ നൗൺ ആണ്. അപ്പോൾ ആൻസർ എന്താ വേണ്ടത്? പൗൾട്രി വേർ എന്നാണ്. പിന്നെ പൗൾട്രീസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. പൗൾട്രി ഓൾറെഡി എന്താണ്? പ്ലൂറൽ ഫോമാണ്. അടുത്ത് നോക്കൂ. ദ യൂസ് ഓഫ് റഡാർ ആസ് വെൽ ആസ് ടു-വേ റേഡിയോ പേജിംഗ് മേക്ക് ഇറ്റ് പോസിബിൾ. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ദ യൂസ് ഓഫ് റഡാർ, റഡാറിൻ്റെ ഉപയോഗം. ആസ് വെൽ ആസ്. ഹിയർ ടു നൗൺസ് ആർ ജോയിൻഡ് ബൈ ഓർ കമ്പൈൻഡ് ബൈ ആസ് വെൽ ആസ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? രണ്ട് നാമങ്ങളെ കമ്പൈൻ ചെയ്യുന്നു. ഏതുപയോഗിച്ചുകൊണ്ട്? ആസ് വെൽ ആസ്. വെൻ ടു നൗൺസ് ആർ കമ്പൈൻഡ് ബൈ ആസ് വെൽ ആസ്, ടുഗെദർ വിത്ത്, എലോങ് വിത്ത്, അക്കമ്പനീഡ് ബൈ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചേർത്ത് എഴുതുകയാണെങ്കിൽ ദ വേർബ് എഗ്രീസ് വിത്ത് ദി ഫസ്റ്റ് നൗൺ. ആദ്യത്തെ നാമത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ആദ്യത്തെ നാമം സിംഗുലർ ആണെങ്കിൽ ക്രിയയും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. ആദ്യത്തെ നാമം പ്ലൂറൽ ആണെങ്കിൽ ക്രിയയും പ്ലൂറലാണ്. ഇപ്പോൾ തന്നിരിക്കുന്നത് എന്താ? ദ യൂസ് ഓഫ് റഡാർ എന്നാണ്. ഉപയോഗം അത് സിംഗുലറാണ്. അപ്പോൾ ക്രിയ എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. സോ മേക്ക് ബിക്കംസ് മേക്സ്. അപ്പോൾ ആൻസർ എന്താ വരിക? മേക്സ് ഇറ്റ് പോസിബിൾ. ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? സബ്ജക്റ്റിൻ്റെ റൂളുകളാണ്. സബ്ജക്റ്റ് സിംഗുലറാണോ പ്ലൂറലാണോ നോക്കിയാണ് എല്ലാ വാചകത്തിലും നമ്മൾ ക്രിയ ചേർക്കുക. അപ്പം ഈ PYQവിൽ നമുക്ക് SSCക്ക് PYQവിൽ നമുക്ക് കൂടുതലും വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള സെൻറ്റൻസ് കറക്ഷനിൽ സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റ് അവയെ ബേസ് ചെയ്തിട്ടുള്ളത്. അത് ഓക്സിലറി വെർബും ആകാം, അതുപോലെ തന്നെ നാമങ്ങളാകാം. ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ദ യൂസ് ഓഫ് റഡാർ എന്നാണ്. ദ യൂസ് ഓഫ് റഡാർ എന്ന് വന്നുകൊണ്ട് ആൻസർ എന്തായി വന്നു? മേക്സ് ഇറ്റ് പോസിബിൾ. അടുത്ത എന്താ? ദ കമ്മിറ്റി ഹാവ് സബ്മിറ്റഡ് ഇറ്റ്സ് ഫൈനൽ റിപ്പോർട്ട്. എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ടതാണ് കമ്മിറ്റി എന്നത്. സിംഗുലറാണോ പ്ലൂറലാണോ എന്ന് ചോദിച്ചാൽ അത് സിംഗുലറായിട്ടും ഉപയോഗിക്കാറുണ്ട്, പ്ലൂറലായിട്ടും ഉപയോഗിക്കാറുണ്ട്. ടീം എന്നത്, ഫാമിലി എന്നത്, ഇതെല്ലാം എന്തായിട്ട് ഉപയോഗിക്കാം? സിംഗുലറായിട്ട് ഉപയോഗിക്കാറുണ്ട്, പ്ലൂറലായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ വാചകത്തിനകത്ത് അത് സിംഗുലറാണോ പ്ലൂറലാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഈ വാചകത്തിനകത്ത് ദ കമ്മിറ്റി ഹാവ് സബ്മിറ്റഡ് ഇറ്റ്സ്. അവിടെ എന്തുപയോഗിച്ചിരിക്കുന്ന? ഒരു പൊസസീവ് പ്രൊനൗൺ ഉപയോഗിച്ചു. ഇറ്റ് എന്നതിൻ്റെ ഒരു പൊസസീവ് കേസാണ് ഇറ്റ്സ് എന്നത്. ഇവിടെ ഇറ്റ്സ് എന്ന് വന്നത്. അപ്പോൾ ഇറ്റ് എന്നത് സിംഗുലറാണോ പ്ലൂറലാണോ? ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അല്ലെങ്കിൽ അത് എന്നാണ്, സിംഗുലറാണ്. ഇറ്റ് എന്നത് ഇത് അല്ലെങ്കിൽ അത് സിംഗുലറാണ്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പുറത്ത് നമുക്ക് വന്നിരിക്കുന്നത് എന്താ? ഇറ്റ്സ് ഫൈനൽ റിപ്പോർട്ട് എന്നാണ്. ഫൈനൽ റിപ്പോർട്ട് പറഞ്ഞാൽ തന്നെ എന്താ? എല്ലാവരും ഏകീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് എന്നാണ്. എന്നാൽ അത് സിംഗുലർ സെൻസിലാണ് എടുക്കേണ്ടത്. സിംഗുലർ സെൻസിൽ എടുക്കുമ്പോൾ ഹാവ് എന്നല്ല വേണ്ടിയിരുന്നത്. അവിടെ എന്താ ഓക്സിലറി വെർബ് വേണ്ടത്? ഹാസ് എന്നാണ്. ദ കമ്മിറ്റി ഹാസ് സബ്മിറ്റഡ് ഇറ്റ്സ് ഫൈനൽ റിപ്പോർട്ട് എന്നാണ്. ആൻസർ ഹാസ് സബ്മിറ്റഡ് എന്നാണ്. അപ്പോൾ കമ്മിറ്റി എന്നത്, അതുപോലെ തന്നെ ഫാമിലി എന്നത്, അതുപോലെ തന്നെ ടീം എന്നതെല്ലാം ഇംഗ്ലീഷിൽ സിംഗുലറായിട്ടും ഉപയോഗിക്കാറുണ്ട്, പ്ലൂറലായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? തരുന്ന വാചകത്തിൻ്റെ മീനിങ്ങിനനുസരിച്ച്. നൈദർ ദി ചെയർമാൻ ഓർ നീദർ എന്ന് വായിക്കുക. നൈദർ ദി ചെയർമാൻ നോർ ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി വാസ് ഏബിൾ ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദ പ്രസിംഗ് ഇഷ്യൂ എന്നാണ്. നൈദർ ദ ചെയർമാൻ നോർ ദ മെമ്പേഴ്സ്. നേരത്തെ നമ്മൾ ആസ് വെൽ ആസ് ഉപയോഗിച്ചിട്ട് ടുഗദർ വിത്ത് ഉപയോഗിച്ചുള്ള പ്രയോഗമാണ് SSCൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താ?
neither the chairman nor the members. Neither the chairman nor the members എന്നാണ്. മെമ്പർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മെമ്പേഴ്സ് എന്നാണ്. ഇവിടെ നമുക്ക് ഡിഫറൻ്റ് ആയ രണ്ട് നാമങ്ങളെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലിങ്ക് ചെയ്തത്. ഹിയർ ടു ഡിഫറൻറ്റ് നൗൺസ് ആർ കമ്പൈൻഡ് ബൈ നൈദർ നോർ. ഒന്ന് ഏതാ, ദ ചെയർമാൻ എന്നാണ്. സെക്കൻഡ് വൺ ഏതാ, ദ മെമ്പേഴ്സ് എന്നാണ്. ദ മെമ്പേഴ്സ് എന്നത് പ്ലൂറൽ ആയതുകൊണ്ട് ദ വേർബ് എഗ്രീസ് വിത്ത് ദി സെക്കൻഡ് സബ്ജക്റ്റ്, രണ്ടാമത്തെ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് നൈദർ ദ ചെയർമാൻ എന്നോ നോർ ദ മെമ്പർ എന്നോ ആയിരുന്നുവെങ്കിൽ അവിടെ ഒരു തെറ്റുമില്ല, കാരണം എന്താ, രണ്ടും സിംഗുലറാണ്. പക്ഷെ ഇവിടെ എന്താ തന്നിരിക്കുന്നത്, ദ ചെയർമാൻ എന്ന് തന്നു, ദെൻ സെക്കൻഡ് വൺ ദ മെമ്പേഴ്സ് എന്ന് തന്നു. മെമ്പേഴ്സ് എന്നത് എന്താണ്, പ്ലൂറലാണ്. അപ്പോൾ ആൻസർ എന്താ വരിക, വാസ് ഏബിൾ ടു ഫൈൻഡ് എന്നല്ല, വെയർ ഏബിൾ ടു ഫൈൻഡ്. അപ്പോൾ രണ്ട് വ്യത്യസ്ത നാമങ്ങളെ തമ്മിൽ ഇപ്രകാരം ചേർത്ത് എഴുതുമ്പോൾ ദ വേർബ് എഗ്രീസ് വിത്ത് ദി സെക്കൻഡ് വൺ. ഇനി ആസ് വെൽ ആസ് ടുഗദർ വിത്തോ എലോങ് വിത്തോ ഉപയോഗിച്ച് ചേർത്ത് എഴുതുമ്പോൾ ദ വേർബ് എഗ്രീസ് വിത്ത് ദി ഫസ്റ്റ് സബ്ജക്റ്റ്, ഒരു ഫസ്റ്റ് നൗൺ എന്ന് പറയും. ഇതാ നോക്കൂ, ദ ഫേമസ് ആക്ടർ എലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് വെയർ അറ്റൻഡിങ് ദ ആനുവൽ ഡേ ഫംഗ്ഷൻ അറ്റ് ഹിസ് സൺസ് സ്കൂൾ എന്നാണ്. ദ ഫേമസ് ആക്ടർ എലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ആസ് വെൽ ആസോ ടുഗദർ വിത്തോ എലോങ് വിത്തോ ചേർത്ത് എഴുതുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് പ്രാധാന്യം വരും. ഹിയർ ഫേമസ് ആക്ടർ ഈ സിംഗുലർ സബ്ജക്റ്റ്. ഫേമസ് ആക്ടർ എന്നത് എന്താണ്, ഇവിടെ സിംഗുലർ സബ്ജക്റ്റാണ്. എന്നാൽ ഹിസ് ഫ്രണ്ട്സ് എന്നത് എന്താണ്, പ്ലൂറൽ സബ്ജക്റ്റ്. അപ്പോൾ പ്ലൂറലും വന്നു സിംഗുലറും വന്നു, നമ്മൾ ഫസ്റ്റ് വണ്ണേ നോക്കേണ്ട കാര്യമുള്ളൂ, കാരണം എന്താ, എലോങ് വിത്ത് ആണ്. ആൻസർ പ്രകാരം ദ ഫേമസ് ആക്ടർ എന്ന് വന്നുകൊണ്ട് ക്രിയ എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. ഇവിടെ തന്നിരിക്കുന്നത് എന്താ, വെയർ അറ്റൻഡിങ് എന്നാണ്. വെയർ അറ്റൻഡിങ് എന്നല്ല, വാസ് അറ്റൻഡിങ് എന്നാണ്. അടുത്തെന്താ, ദ ഫോളോയിങ് സെൻറ്റൻസ് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻറ്റു 4 സെഗ്മെൻറ്റ്സ് അല്ലേ, 4 ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഐഡൻറ്റിഫൈ ദ സെഗ്മെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ആൻ എറർ എന്നാണ്. മിസ്റ്റർ അഭിലാഷ് ആൻഡ് ഹിസ് ഫാമിലി സ്ലാഷ് ഹാവ് റിസീവ്ഡ് നോ ഇൻഫർമേഷൻസ് എബൌട്ട് ദ ഇൻസിഡൻറ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു കാറ്റിൽ എന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് പഠിച്ചു. പൗൾട്രി എന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് പഠിച്ചു. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇൻഫർമേഷൻ എന്ന വേർഡാണ്. ഇംഗ്ലീഷിൽ ഇൻഫർമേഷൻ, ലഗേജ്, ബാഗേജ്, ഇൻഫർമേഷൻ, ലഗേജ്, ബാഗേജ്, സീനറി, മെഷീനറി, ഇതെല്ലാം എന്താണ്, സിംഗുലറാണ്. ദീസ് നൗൺസ് ആർ യൂസ്ഡ് ഓൺലി സിംഗുലർ. എന്തായിട്ട് ഉപയോഗിക്കുക, സിംഗുലറായി മാത്രം. അപ്പോൾ സിംഗുലർ ആകുമ്പോൾ ക്രിയ എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം എന്നാണ്. അപ്പോൾ മിസ്റ്റർ അഭിലാഷ് ആൻഡ് ഹിസ് ഫാമിലി ഹാവ് റിസീവ്ഡ്, അവിടെ വരെ ഒരു തെറ്റുമില്ല കേട്ടോ, അവിടെ വരെ എല്ലാം കറക്റ്റാണ് സെൻറ്റൻസിൻ്റെ ഓർഡർ. അങ്ങനെയാണ് നോ ഇൻഫർമേഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഫർമേഷൻസ് എന്ന് പറയാൻ പാടില്ല, ഇൻഫർമേഷൻ എന്നേ പറയാൻ പാടുള്ളൂ. അപ്പോൾ അവിടുത്തെ തെറ്റെന്താ, നോ ഇൻഫർമേഷൻസ് എന്ന ഭാഗത്താണ് തെറ്റ് കിടക്കുന്നത്. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ നോ ഇൻഫർമേഷൻ എന്നായി മാറണം. ഇൻഫർമേഷൻ ഈസ് ആൻ അൺകൗണ്ടബിൾ നൗൺ, സോ ഇൻഫർമേഷൻസ് ഈസ് ഇൻകറക്റ്റ്. അങ്ങനെയാണെങ്കിൽ നോക്കി, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് സെഗ്മെൻറ്റ് ഇൻ ദി ഗിവൺ സെൻറ്റൻസ്. ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് ഫോർ 2 o'clock. അപ്പോൾ അവിടെ നമുക്ക് സെൻറ്റൻസ് തെറ്റായിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതിൽ സ്റ്റഡി ഫ്രം 2 o'clock എന്നതാണ് എന്ത് ചെയ്യേണ്ടത്, ഒന്നാമത്തത് ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് 2 o'clock. അപ്പോൾ അതിനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ എറർ നോക്കാനാണ്. അപ്പോൾ റെഡിങ് കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒന്നാമത്തെ ആൻസറാണ് സ്റ്റഡി ഫ്രം 2 o'clock. രണ്ടാമത്തെ ആൻസറാണ് സ്റ്റഡിയിങ് സിൻസ് 2 o'clock. മൂന്നാമത്തതാണ് സ്റ്റഡി ഫോർ 2 o'clock. നാലാമത്തതാണ് സ്റ്റഡിയിങ് 2 o'clock എന്നത്. അപ്പോൾ ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് ഫോർ 2 o'clock എന്നത് ഫുൾ സ്റ്റോപ്പ്. ഇനി ഇതിനെ എന്ത് ചെയ്യും നമ്മൾ, ഈ സ്റ്റഡി ഫ്രം 2 o'clock എന്നതിനെ 1, ബാക്കിയുള്ളത് അതേ ഓർഡറിൽ. അപ്പോൾ ഈ തന്നിരിക്കുന്ന വാചകത്തിൽ തെറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സെൻറ്റൻസ് ഏതുമായി ബന്ധപ്പെട്ടതാണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുമായി ബന്ധപ്പെട്ടതാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുമായി ബന്ധപ്പെട്ടതെന്ന് പറയുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സൂത്രവാക്യം എന്താ,
ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ആൻ ആക്ഷൻ ബിഗാൻ ഇൻ ദി പാസ്റ്റ്. ഭൂതകാലത്തിൽ ആരംഭിച്ചു. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ആൻ ആക്ഷൻ ബിഗാൻ ഇൻ ദി പാസ്റ്റ് വിച്ച് ഹാസ് ബീൻ കണ്ടിന്യൂയിങ് ഇൻ ദി പ്രസന്റ്. വർത്തമാനകാലത്തിൽ അത് എന്ത് ചെയ്യുന്നു? തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? 2 മണി തൊട്ട് 2 മണി മുതൽ അവൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫോറും തന്നിട്ടുണ്ട് അല്ലേ? ഫോർ എന്നതിൻ്റെ അർത്ഥം വേണ്ടി എന്നുണ്ട്, അതേപോലെ ആയിട്ട് എന്നർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഓളം 3 മണിക്കൂറോളം, 4 മണിക്കൂറോളം, 5 മണിക്കൂറായിട്ട്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന വാചകത്തിൽ എന്താ ഉള്ളത്? 2 o'clock എന്നാണ്. 2 o'clock എന്നത് എന്തല്ല? പീരീഡ് ഓഫ് ടൈം അല്ല, പോയിന്റ് ഓഫ് ടൈമാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്താ? സിൻസ് എന്നതാണ്. ഹിയർ 2 prepositions ആർ യൂസ്ഡ്. ഇവിടെ നമുക്ക് 2 preposition ഉപയോഗിക്കാം. ഏതൊക്കെയാണ് അത്? ഒന്ന് സിൻസും ആണ്, ഒന്ന് ഫോർ. അതായത് ഇവിടെ എന്ന് ഉദ്ദേശിച്ചത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണേ. അപ്പോൾ സിൻസ് റെഫേഴ്സ് ടു എ പോയിന്റ് ഓഫ് ടൈം, ഫോർ റെഫേഴ്സ് ടു എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഈ വാചകത്തിനകത്ത് തെറ്റെന്താ? ഇവിടെ തന്നിരിക്കുന്നത് 2 o'clock എന്നാണ്. ഇതെന്താണ്? ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്. പോയിന്റ് ഓഫ് ടൈം വന്നതുകൊണ്ട് പോയിന്റ് ഓഫ് ടൈമിൻ്റെ മുമ്പിൽ എന്ത് ചേർക്കാൻ പാടില്ല? ഫോർ ചേർക്കാൻ പാടില്ല. പിന്നെ എന്തേ ചേർക്കാൻ പാടില്ല? സിൻസ്. ആൻസർ പ്രകാരം അവിടെ തെറ്റെന്താ? 2 o'clock എന്നല്ല വേണ്ടത്, സിൻസ് 2 o'clock എന്നാണ്. അപ്പോൾ ആൻസർ പ്രകാരം നമുക്ക് രണ്ടാമത്തെ ഉത്തരാണ് എടുക്കുക. ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് സിൻസ് 2 o'clock. അപ്പോൾ സിൻസും ഫോറും prepositions ആണ്. Prepositions ആണ്. സിൻസ് refers to point of time, for refers to a period of time. These 2 prepositions are mainly used in the present perfect continuous tense. അടുത്ത നമുക്ക് നോക്കാം. The government new policies intended to double incomes of farmers. അതായത് കർഷകരുടെ വരുമാനങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള പുതിയ പദ്ധതികൾക്കാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്? ലക്ഷ്യം വെക്കുന്നത്. വിച്ച് ഹാസ് ബീൻ ലാംഗ്വിഷിംഗ് വൈൽ സ്റ്റോക്ക് മാർക്കറ്റ്സ് ആർ സോറിംഗ് എന്നാണ്. ഈ വാചകത്തിലെ തെറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. റെഡിങ് കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ തെറ്റ്? ആ തെറ്റ് എന്ന് പറയുന്നത് ഇൻകംസ് ഓഫ് ഫാർമേഴ്സ് എന്നാണ്. ഇതിന് തൊട്ട് മുമ്പിൽ വരുന്നത് ഇൻകംസ് ഓഫ് ഫാർമേഴ്സ് എന്ന് പറഞ്ഞ എന്താർത്ഥം? കർഷകരുടെ വരുമാനങ്ങൾ. ഇപ്പോൾ തൊട്ട് മുമ്പിൽ വന്നിരിക്കുന്നതാ കർഷകരുടെ വരുമാനങ്ങൾ വർദ്ധിപ്പിക്കാൻ എന്നാണ്. വരുമാനങ്ങൾ സിംഗുലർ ആണോ പ്ലൂറലാണോ? വരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ സിംഗുലർ അല്ല, പ്ലൂറലാണ്. ഇൻകംസ് ഓഫ് ഫാർമേഴ്സ് എന്നാണ്. അങ്ങനെ വന്നതുകൊണ്ട് വിച്ച്, നേരത്തെ പറഞ്ഞു റിലേറ്റീവ് പ്രൊനൗണിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ക്രിയ പ്ലൂറൽ ആയിരിക്കും. അപ്പോൾ തന്നിരിക്കുന്ന വാചകത്തിൽ എന്താ ഉള്ളത്? ഹാസ് എന്നാണ്. ഹാസ് എന്നത് ഇവിടെ എന്തായി മാറണം? ഹാവ് എന്നായി മാറണം. അപ്പോൾ ആൻസർ വിച്ച് ഹാവ് ബീൻ എന്നാണ്. വിച്ച് ഹാവ് ബീൻ എന്നാണ്. അതിൻ്റെ റീസൺ എന്താ? ഇൻകംസ് ഓഫ് ഫാർമേഴ്സ് എന്ന് വന്നതുകൊണ്ടാണ്. ഇതൊക്കെയാണ് മൈന്യൂട്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞത്, തൊട്ട് മുൻപിലത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞത് നൈദർ ദ ചെയർമാൻ നോർ ദ മെമ്പേഴ്സ് എന്നാണ്. എന്നാൽ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇവിടെ തന്നിരിക്കുന്നത് നൈദർ ഓഫ് എന്നാണ്. നൈദർ ഓഫ്. നൈദർ ഓഫ് ദി ഓപ്ഷൻസ് എന്നാണ്. നൈദർ ഓഫ് എന്നതിന് ശേഷം നാമം എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. പക്ഷെ ക്രിയ എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈച്ച് ഓഫ് എന്നതിന് ശേഷം, ഈച്ച് ഓഫ് ടേക്സ് പ്ലൂറൽ നൗൺസ് ആൻഡ് സിംഗുലർ വേർബ്. ഈച്ച് ഓഫ് എന്നതിന് ശേഷം ബഹുവചന നാമമാണ് വരിക, ക്രിയ സിംഗുലർ ആയിരിക്കും. അപ്പോൾ നൈദർ ഓഫ് എന്നതിന് ശേഷം, ഈച്ച് ഓഫ് എന്നതിന് ശേഷം. അങ്ങനെയാണെങ്കിൽ ഐദർ ഓഫ് എന്നതിന് ശേഷം നാമം എന്തായിരിക്കണം? പ്ലൂറൽ. പക്ഷേ ക്രിയ എന്തായിരിക്കും? സിംഗുലർ. സോ എവിടെയാണ് നമുക്ക് എന്തുള്ളത്? മിസ്റ്റേക്ക് ഉള്ളത്. ആൻസർ എന്തായി മാറും? ആർ സ്യൂട്ടബിൾ എന്നല്ല, ഈ സ്യൂട്ടബിൾ എന്നാണ് ആൻസർ. രണ്ടാമത്തതാണ് ഈ സ്യൂട്ടബിൾ. ഈ സ്യൂട്ടബിൾ ഫോർ ദിസ് ടാസ്ക് എന്നാണ് ആൻസർ. യെസ്, ഈ സ്യൂട്ടബിൾ ഫോർ ദിസ് ടാസ്ക് എന്നാണ്. യെസ്, തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് ഇങ്ങനെയുള്ളത് കൊണ്ടാണ് ഈ ആൻസർ നമ്മൾ ചൂസ് ചെയ്തത്. ആദ്യത്തിൽ അതിലില്ല എന്നുള്ളതാണ്. ഇവിടെ ദ എന്നാണ് ഉള്ളത്, അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. ആൻസർ അപ്പോൾ നമുക്ക് വേണ്ടത് രണ്ടാമത്തതാണ്, ഒന്നാമത്തതല്ല, രണ്ടാമത്തതാണ്. അടുത്ത എന്താ? ദ ഫോളോയിങ് സെൻറ്റൻസ് ഹാസ് ബീൻ സ്പ്ലിറ്റ് ഇൻ ടു 4 segments. അതല്ല, 4 ഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം. ഐഡൻറ്റിഫൈ ദ സെഗ്മെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഗ്രമാറ്റിക്കൽ എറർ. അപ്പോൾ എറർ നോക്കാൻ ചോദിക്കുന്ന സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റിലെ പാറ്റേൺ അനുസരിച്ച്. മൈ ബ്രദർ പെർഫോംഡ് എക്സ്ട്രീംലി ഗുഡ് ഇൻ ദി ക്ലാസ് ടെസ്റ്റ് ഹെൽഡ് എസ്റ്റർഡേ എന്നാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? എക്സ്ട്രീംലി ഗുഡ്സ് എന്നാണ്. എക്സ്ട്രീംലി ഗുഡ്സ് എന്നാണ്
എക്സ്ട്രീംലി ഗുഡ് എന്നത് റോങ് യൂസേജാണ്. അവിടെ വേണ്ടത് എക്സ്ട്രീംലി എന്നതിന് ശേഷം വേണ്ടത് ഗുഡ് എന്നല്ല, വെൽ എന്നാണ് വേണ്ടത്. എക്സ്ട്രീംലി ഗുഡ് എന്നതാണ് തെറ്റ്, എക്സ്ട്രീംലി വെൽ എന്നാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നോക്കിയേ, ഗുഡ് ഈസ് ഇൻകറക്റ്റ് ഹിയർ, ഇറ്റ് ഷുഡ് ബി എക്സ്ട്രീംലി വെൽ ആസ് ആൻ അഡ്വേർബ്. എന്താ അത്? അതൊരു ക്രിയാവിശേഷണ പദമാണ്, അഡ്വേർബ്. അപ്പോൾ എക്സ്ട്രീംലി ഗുഡ് എന്നല്ല വേണ്ടത്, എക്സ്ട്രീംലി വെൽ എന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തതെല്ലാം സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റുമായി അല്ലെങ്കിൽ സ്പോട്ട് എററുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാ മേഖലകളും നമുക്ക് ടച്ച് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം. വരും ക്ലാസ്സുകളിൽ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് തരുന്നതായിരിക്കും, ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി.